എല്ലാവർക്കും ബിയോണ്ട് ഇൻ്റലിജൻസ് കോൺവെർസേഷൻ വിത്ത് ഡോക്ടർ അബ്ദുൽ റൌഫ് പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. EBI എത്തിക്സ് ബിയോണ്ട് ഇൻ്റലിജൻസ് നമ്മുടെ പുതിയ സംരംഭത്തിൻ്റെ ആദ്യ സംസാരമാണ്. ഈ സംസാരത്തിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യരെക്കുറിച്ചാണ്, മൂല്യങ്ങളെക്കുറിച്ചാണ്, വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചാണ്. ഇന്ന് നമ്മോട് ചേരുന്നത് പ്രിയപ്പെട്ട റൌഫ് സാറാണ്. റൌഫ് സാറിനെ ഹൃദ്യമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. നിങ്ങളോടൊപ്പം ഈ എപ്പിസോഡിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുന്നു. പ്രാഥമികമായി എല്ലാവർക്കും ഒരു ചോദ്യമുണ്ടാവുക, എന്താണ് EBI എത്തിക്സ് ബിയോണ്ട് ഇൻ്റലിജൻസ്? ഈ സ്ഥാപനത്തെ അല്ലെങ്കിൽ ഈ സംരംഭത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ എന്തായിരിക്കും പറയാനുള്ളത്? EBI എത്തിക്സ് ബിയോണ്ട് ഇൻ്റലിജൻസ് ഇതൊരു സംരംഭകത്വമല്ല, മറിച്ച് ഇതൊരു മൂവ്മെൻ്റാണ്. വരുന്ന ഭാവിയെ, മനുഷ്യ രാശിയെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു മൂവ്മെൻ്റാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ എത്തിക്സ് ബിയോണ്ട് ഇൻ്റലിജൻസ്. ഇന്ന് എല്ലാ ആളുകളും AI കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തെ മാറ്റും അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഈ ഇപ്പോൾ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. അതായത് മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന മെഷീനുകൾ വരുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ പോലെ കഴിവുള്ള മെഷീനുകൾ വരുന്നു. അതും കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് വരുമെന്ന് പറയുന്നു. അതായത് സൂപ്പർമാൻ എന്നൊക്കെ പറയുന്ന 100 മനുഷ്യനൊക്കെ പോലെ ഒരുമിച്ച് ചിന്തിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അതിഭയങ്കരമായ മെഷീനുകൾ, അതിഭയങ്കരമെന്നല്ല, അത്രക്കും ഇൻ്റലിജൻസ് ഉള്ള മെഷീനുകൾ വരുന്നു. ഈ സന്ദർഭത്തിൽ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ, നല്ല വശങ്ങൾ ഇതിനുണ്ടാകും. അതോടൊപ്പം ഇതിനൊരു റോങ് സൈഡ് ഉണ്ട്, അതിനൊരു മറുവശമുണ്ട്, ഇതിൻ്റെ റിസ്ക് സൈഡ് എന്ന് പറയുന്നത്. ആ റിസ്ക് സൈഡുകളെ കുറിച്ചിട്ട് ബോധവാന്മാരാക്കുക, എന്നിട്ട് ആ റിസ്ക് സൈഡിൻ്റെ ഇമ്പാക്റ്റ് കുറച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. അതോടൊപ്പം തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ എങ്ങനെ സേവിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ഉപയോഗപ്പെടുത്തുക. അത്തരം കാര്യങ്ങളൊക്കെയാണ് EBI എന്നുള്ള ഈ മൂവ്മെൻ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത് പറഞ്ഞു വരുന്ന സമയത്ത് വളരെ ചരിത്രത്തിൽ എപ്പോഴും രസകരമായ മൂവ്മെൻറ്റുകൾ നടക്കുന്ന, ഓരോ കണ്ടുപിടുത്തങ്ങൾ ഓരോ കാലത്തിനനുസൃതമായി നടക്കുന്ന ഒരു ചരിത്രം, ദീർഘമായ ചരിത്രം നമുക്കുണ്ട്. കറണ്ട് കണ്ടുപിടിച്ച സമയത്ത്, ടയറുകൾ കണ്ടുപിടിച്ച സമയത്ത്, തീ കണ്ടുപിടിച്ച സമയത്ത്. ഇപ്പോൾ പുതിയ കാലത്ത് സ്വാഭാവികമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നിലവിൽ ആളുകൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ സംശയത്തോടെ കാണുന്നൊരു ചോദ്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇതെന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണോ എന്നുള്ള പ്രാഥമികമായ ഗ്രൗണ്ട് ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതും നമ്മുടെ മൂവ്മെൻറ്റും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. കാരണം വെച്ചാൽ ആളുകൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ വ്യത്യസ്തമായ പെർസ്പെക്റ്റീവിൽ കൂടിയാണ് കാണുന്നത്. ഇപ്പോൾ ചരിത്രത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി വന്ന സന്ദർഭത്തിൽ ആളുകൾ അതിനെ ഒരു ബൾബായിട്ടാണ് കണ്ടത്. പക്ഷേ മറിച്ച് അതൊരു ബൾബല്ലായിരുന്നു, മറിച്ച് ഈ ഇലക്ട്രിസിറ്റി കൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന ഒരു വലിയ മാറ്റമായിരുന്നു ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അപ്പോൾ ഇൻ്റർനെറ്റ് വന്നപ്പോൾ ആളുകൾ അതിനെ ഒരു ഇമെയിലിനെ പോലെ കണ്ടു. ഒരു ഇമെയിൽ അയക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഈ ഇൻ്റർനെറ്റിനെ കണ്ടത്. പക്ഷേ അത് ഇമെയിലിനപ്പുറം അതൊരു വലിയ ലോകത്തെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെയുള്ള ഒരു ടേണിംഗ് പോയിന്റിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സാധാരണക്കാരായ നമ്മൾ കാണുന്നത് അതൊരു ചാറ്റ് ബോട്ട് എന്നുള്ള രൂപത്തിലാണ്, അല്ലെങ്കിൽ ഒരു LLM എന്നുള്ള രൂപത്തിലാണ്. നമ്മളെ മുന്നിലേക്ക് കടന്നു വരുന്ന ChatGPT, ജെമിനി പോലെയുള്ള LLM ടൂളുകളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ലോകം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇത് എങ്ങോട്ടേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കുട്ടികളുടെ പഠനത്തെ, അതിൻ്റെ രൂപത്തെ ഇത് മാറ്റും. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രൂപവും ഭാവവും ഒക്കെ മാറും. അതോടൊപ്പം തന്നെ നമ്മൾ ജോലികളിൽ ഒരുപാട് മാറ്റങ്ങൾ ഇത് സൃഷ്ടിക്കും. ഈവൻ നമ്മുടെ ആശുപത്രികളിലുള്ള രോഗികളുടെ കൺസൾട്ടേഷൻ, ആ രംഗത്ത് ഇത് മാറ്റം കുറിക്കും. നിയമരംഗത്ത് വലിയ അഴിച്ചുപണികൾ തന്നെ ഇത് സൃഷ്ടിക്കും. ഈവൻ ഭരണരംഗത്ത് പോലും അതിവേഗ മാറ്റങ്ങൾ ഇതുവഴി കൊണ്ടുവരും. അപ്പോൾ ഇത് രൂപപ്പെട്ടു വരുന്നത് ഇങ്ങനത്തെ ഒരു വലിയ ലോകമാണ്.
അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഈ മെഷീനുകൾ മനുഷ്യനേക്കാൾ ഓവർടേക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഭവമുണ്ട്. ഇതാരും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ബോധവാന്മാരായിട്ടില്ല എന്നുണ്ടെങ്കിൽ പലതും നഷ്ടപ്പെട്ടു പോയിട്ട് അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സമൂഹമായി നാം മാറും. അതിന് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിന്നൊക്കെ ഇപ്പോൾ ഉയർന്നു വരേണ്ട ഒരു കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റിനും മറ്റൊക്കെ ഉപയോഗപ്പെടുത്താം. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന്, മനുഷ്യൻ്റെ ഏറ്റവും നല്ല മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുമോ? ഈ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും കണ്ടെത്തിക്കൊണ്ട് ആളുകളെ അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ആളുകളെ അതിലേക്ക് അപ്സ്കില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിനൊരു വലിയ നഷ്ടം ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതാണ് എത്തിക്സ് ബിയോണ്ട് ഇൻ്റലിജൻസ് എന്നുള്ള മൂവ്മെൻറ്റിൽ കൂടി അത് പറയാനാണ് നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ സ്വാഭാവികമായ ഒരു പ്രേക്ഷകർക്കിടയിൽ നിന്ന്, കേൾവിക്കാർക്കിടയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ടെക്നോളജി ഹൈലി ഡ്രിവനായ ഒരു ലോകം സഞ്ചരിക്കുന്ന സമയത്ത് അത് മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയെ എങ്ങനെ ബാധിക്കും? അത് ഒന്നുകൂടി വിശകലനം ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും കൃത്യമായി പറഞ്ഞാൽ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻ്റർനെറ്റ് വന്നപ്പോൾ നമ്മളിതിനെ കണ്ടത് ഒരു ഇമെയിൽ അയക്കാനുള്ള സംവിധാനമായിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ അത് വികസിച്ചപ്പോൾ ലോകത്തെ ഒരു കൊച്ചു ഗ്ലോബാക്കി അത് മാറ്റി. ഇതുപോലെ ഇത് സംഭവിക്കാൻ പോകുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാൻ കഴിയും ആളുകളൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കൊണ്ടും ആളുകൾ ഈ ടെക്നോളജിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത് മനുഷ്യൻ്റെ ചിന്താശേഷിയെ അത് ബാധിക്കും. ഒന്നാമത്തെ ഒരു കാര്യം അതായിരിക്കും. കാരണം വെച്ചാൽ ആളുകൾക്കൊക്കെ ഇന്ന് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് പരീക്ഷയിൽ ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അവനിത് ഡിപ്പെൻഡ് ചെയ്യാം. നേരെ മറിച്ചിട്ട് എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശം പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യുക എന്നുള്ളതല്ലല്ലോ. മറിച്ച് എന്താണ്, അവൻ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ എഡ്യൂക്കേഷൻ ഇവോൾവ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനായി രൂപപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇത് വരുന്നതോടുകൂടി ആളുകൾ കൂടുതൽ ചിന്തിക്കാതെ വരുന്നതോടുകൂടി എന്താണ്, അവിടെ പല നഷ്ടങ്ങളും നമുക്ക് സംഭവിക്കാനുണ്ട്. അപ്പം അത്തരം വിഷയങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് ടെക്നോളജി യൂസ് ചെയ്യേണ്ടെന്നല്ല, ടെക്നോളജിയെ നമ്മൾ യൂസ് ചെയ്യണം, അത് പഠിക്കുകയും വേണം. പക്ഷേ നമ്മളെ ചിന്ത മെഷീന് അടിമപ്പെടുത്തരുത് എന്നുള്ളതാണ്. ചിന്തകൾ മെഷീന് അടിമപ്പെടുന്ന സന്ദർഭത്തിൽ അത് വലിയ നഷ്ടങ്ങൾ സൃഷ്ടിക്കും. അതാണ് ഈ വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നാച്ചുറൽ ലോ പ്രകാരം എല്ലാ കാലവും പറയുന്ന ഒരു തത്വമുണ്ട്, ദ ഫിറ്റസ്റ്റ് വിൽ സർവൈവ്. ഇതെല്ലാ കാലത്തും സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിലും പ്രകൃതിപരമായി തന്നെ നേച്ചുറലി അങ്ങനെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ബോധം ഇവോൾവ് ചെയ്ത് വരില്ലേ? വന്നേക്കാം ഒരു പക്ഷേ ഇതിൻ്റെ പോക്ക് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അൽഗോരിതമിക് കൺട്രോൾ നാം അറിയാതെ നമ്മെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, ഇന്നിപ്പം ഒരു യൂട്യൂബിൻ്റെ കേസ് എടുത്ത് നോക്കൂ. ഒരു യൂട്യൂബ് ആദ്യത്തെ വീഡിയോ ഞാൻ സെലക്ട് ചെയ്തതാണ്. രണ്ടാമത്തെ വീഡിയോ എനിക്ക് സജസ്റ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ വീഡിയോയും എനിക്ക് സജസ്റ്റ് ചെയ്യുന്നു. ഒരു 10 വീഡിയോ ഞാൻ കണ്ടു കഴിയുമ്പോഴേക്കും എൻ്റെ ചിന്ത തന്നെ മാറിയിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സെലക്ഷൻ എൻ്റേതായിരുന്നു. പിന്നെ ഈ AI നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ AI ശ്രദ്ധിക്കും നമ്മൾ പോലും അറിയാതെ നാം AIക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇതിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന്റെ ചിന്തകൾക്ക് അല്ലെങ്കിൽ മനുഷ്യനല്ലാതായി മെഷീനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് പ്രസക്തിയുള്ളത്. അതായത് ഇപ്പോഴുള്ളത് AI, ഒരു മനുഷ്യനോളം ചിന്തിക്കുന്ന AI ആയിട്ടില്ല. അവിടെയാണ് ഇനി AGI ഒക്കെ വരികയാണെങ്കിൽ, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ഒരു 2-3 വർഷം കൊണ്ട് റോൾ ഔട്ട് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഇപ്പം തന്നെ ഹ്യൂമൻ ഏജൻസികൾ വന്നു തുടങ്ങി. അപ്പോൾ 2-3 വർഷം കേരളത്തിലൊക്കെ ഉണ്ടോ ഏജൻസികൾ വന്നു തുടങ്ങിയല്ലോ. അപ്പോൾ AGIക്ക് വേണ്ടിയിട്ട് വലിയ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ASIയിലും വലിയ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനുഷ്യനെ ഒരു മെഷീൻ ഓവർടേക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് ടെക്നോളജി ആയിരിക്കും. മറിച്ച് ടെക്നോളജി എന്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ടെക്നോളജി എന്ന് പറയും. പക്ഷെ ടെക്നോളജി നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിന്റെ പർപ്പസ് തന്നെ മാറുകയല്ലേ. തീർച്ചയായും. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് എത്രത്തോളമായിരിക്കും?
അതെ, അതെ. ചുരുക്കി പറഞ്ഞാല് ചിന്താശേഷിയുള്ള ഒരു മനുഷ്യനാകുമ്പോളാണ് നമുക്ക് ആത്മാഭിമാനത്തോടെയുള്ള ഒരു ജീവിതം ഉറപ്പാക്കാൻ കഴിയുക. ഇതിനെ ത്രട്ടൻ ചെയ്യുന്ന ഒരു 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 തുടർച്ചയാണ് ഉണ്ടാവുന്നതെങ്കിൽ അതൊരു വലിയ ഭവിഷ്യത്തായോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായോ മാറിയേക്കാം. അപ്പോൾ ഇതില് ഇനി നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള ചിന്തകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ നിന്നും EBI എങ്ങനെ വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നു? ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ AGI, ASI ഒക്കെ വരുന്ന സന്ദർഭത്തിൽ ഒരു വലിയ ത്രെട്ട് ഉണ്ടാകും എന്ന് നമ്മൾ ഇപ്പോൾ തന്നെ മുന്നിൽ കാണുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മനുഷ്യനേക്കാൾ വേഗത്തിൽ ഇത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി കോർപ്പറേറ്റുകൾ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഈ രംഗത്തേക്ക് ഇറക്കുന്നുണ്ട്, തീർച്ചയായും. ഇതിന് അനുകൂലമായും കൊണ്ട്. പക്ഷേ ഇതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ആരും പറയുന്നില്ല. കാരണം കോർപ്പറേറ്റ് ലോബിയെ സംബന്ധിച്ചോട് അവർക്ക് പ്രോഫിറ്റ് മാത്രമാണ് അവിടെ മുന്നിലുള്ളത്. പക്ഷേ മനുഷ്യത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കൂടുതൽ മൂവ്മെന്റുകളൊന്നും വന്നിട്ടില്ല. അപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഫ്യൂച്ചർ ഓഫ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു US ബേസ്ഡ് NGO. അവർ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട 3 ഏരിയ, ഒന്ന് AI ആണ്, മറ്റൊന്ന് ന്യൂക്ലിയർ വെപ്പൺസിനെ കുറിച്ചിട്ടുള്ളതാണ്, വേറൊന്ന് ബയോടെക്നോളജിയുടെ നെഗറ്റീവ് ഇമ്പാക്റ്റുകളെ കുറിച്ചിട്ടാണുള്ളത്. അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഫ്രെയിം വർക്കുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. യുനെസ്കോയുടെ ഫ്രെയിം വർക്ക് ഇറങ്ങിയിട്ടുണ്ട്. OEDC എന്ന് പറഞ്ഞിട്ട് എക്കണോമിക് ഫോറങ്ങളുടെ ഒരു ഫ്രെയിം വർക്ക് ഇറങ്ങിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പല ഫ്രെയിം വർക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ വേറിട്ട് പോകുന്നില്ല, അവരോടൊപ്പം നിന്നുകൊണ്ട് ഒരുമിച്ച് ഇറ്റ്സ് എ കളക്റ്റീവ് മൂവ്മെൻറ്റ് എന്നുള്ള രൂപത്തിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നാം ലക്ഷ്യമിടുന്നത്. ഈ മൂവ്മെന്റിൽ കേൾക്കുന്ന ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക്, രക്ഷിതാക്കൾക്ക്, യുവജനങ്ങൾക്ക് എങ്ങനെ പങ്കുചേരാൻ കഴിയും? അല്ലെങ്കിൽ ഇതിൻ്റെ ഉപഭോക്താക്കളോ പങ്കാളികളോ ആകാൻ, സർവീസ് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എങ്ങനെയാണ് അതിൻ്റെ സാധ്യതകൾ? ഇതിൽ ഈ മൂവ്മെൻറ്റിൽ പ്രധാനമായും നമ്മൾ കാണുന്നത് 3 മൂവ്മെൻറ്റുകളാണ്. ഒന്ന് ലേണിംഗ് മൂവ്മെൻറ്റ്, മറ്റൊന്ന് നോളജ് മൂവ്മെൻറ്റ്, മൂന്നാമത്തത് ഒരു സോഷ്യൽ മൂവ്മെൻറ്റ്. ഈ നോളജ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മോർ ഓഫ് യൂണിവേഴ്സിറ്റീസ്, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന റിസർച്ച് സ്കോളേഴ്സ്, അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അവരുടെ ഉത്തരവാദിത്തം എന്താണ്? യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇത്തരം വിഷയങ്ങളിലുള്ള ഒരു പ്രോ ഹ്യൂമൻ രൂപത്തിലുള്ള കരിക്കുലങ്ങൾ ഇറങ്ങേണ്ടതുണ്ട്. ഇത് നമ്മളെ കരിക്കുലത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുവഴി അവിടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പല കോഴ്സുകളും ഇവിടെ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇതാണ് യൂണിവേഴ്സിറ്റികൾക്കും അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും റിസർച്ച് സ്കോളേഴ്സിനൊക്കെ ചെയ്യാനുള്ളത്. ഫെയ്ത്ത് ടെക് ഓർഗനൈസേഷൻ എന്ന രൂപത്തിൽ നമ്മൾ ലേണിംഗ് മൂവ്മെൻറ്റ് ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലുള്ള വിവിധ ഫെയ്ത്ത് ടെക് കമ്പനികളെ, പ്രത്യേകിച്ച് EBI ഫോക്കസ് ചെയ്യുന്നത് ഒരു ഖുർആൻ ബേസ്ഡ് ഫെയ്ത്ത് ടെക് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഖുർആനിക് എഡ്യൂക്കേഷൻ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന AI ആപ്പുകളെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു വലിയ കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ കമ്മ്യൂണിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നോളജ് മൂവ്മെൻറ്റിൽ കൂടി നാം ഉണ്ടാക്കിയെടുക്കുന്ന ആ കരിക്കുലവും മറ്റുമൊക്കെ അവരെ ബോധവാന്മാരാക്കുക, എന്നിട്ട് അവരുടെ ഹ്യൂമൻ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിക്കുക. ഇതൊക്കെയാണ് നമ്മൾ അതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് സോഷ്യൽ മൂവ്മെൻ്റാണ്. സോഷ്യൽ മൂവ്മെൻറ്റിൽ കൂടി വ്യത്യസ്തമായിരിക്കുന്ന NGOസിൻ്റെ ഒരു അഗ്രിഗേറ്റഡ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. ആ NGOസിൻ്റെ അവർ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക, അവിടെയും അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഈ ഒരു വലിയ ഒരു കളക്റ്റീവ് മൂവ്മെൻ്റ് ആയും കൊണ്ട് മുന്നോട്ട് പോവുക. ഒരു 2030 ആകുമ്പോഴേക്കും ഒരു 100 മില്യൺ ആളുകളിലേക്കെങ്കിലും ഈ ഒരു കളക്റ്റീവ് മൂവ്മെൻറ്റ് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് EBI പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ്, കേൾക്കുമ്പോൾ തന്നെ വളരെ വലിയ പ്രതീക്ഷകൾ തോന്നുന്നു 3 മൂവ്മെൻറ്റുകളായൊക്കെ പറയുന്ന സമയത്ത്. ഇതിൽ അടുത്തതായിട്ട് സ്വാഭാവികമായൊരു ചോദ്യം ഉണ്ടാക്കി, ഇത് അവൈൽ ചെയ്യാൻ എങ്ങനെയായിരിക്കും? വെർച്വലി ആയിരിക്കുമോ, ഫിസിക്കലി ആയിരിക്കുമോ? ഇതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് അവൈലബിലിറ്റി അല്ലെങ്കിൽ സ്റ്റഡിയിങ് എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ AI അവയർനെസ് നമ്മൾ AI തന്നെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് വെർച്വൽ മോഡ് ഓഫ് ലേണിംഗ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റികളും മറ്റൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് അവിടെയുള്ള കരിക്കുലത്തിലും അവിടെയുള്ള ക്ലാസ് റൂമുകളിലുമൊക്കെ അങ്ങനെയുള്ള ക്ലാസ്സുകളും ഇത് നടക്കും. അതുപോലെ തന്നെ പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് വ്യത്യസ്ത NGOകൾ അവരുടെ പരിപാടികളിലും മറ്റുമൊക്കെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഇതൊരു ഹൈബ്രിഡ് മോഡ് ഓഫ് ലേണിങ്ങിലേക്ക്
മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ലേണിംഗ് എന്ന് മാത്രമല്ല, ഇത് വലിയൊരു കപ്പാസിറ്റി ബിൽഡിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു വലിയ കപ്പാസിറ്റി ബിൽഡിങ്ങിൻ്റെ തുടക്കമാണ് ഈ EBI ഇപ്പോൾ തുടങ്ങി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ. സ്വാഭാവികമായിട്ടും EBA പരിചയപ്പെടുത്തി ഇത് കേൾക്കുന്ന രക്ഷിതാക്കളോട്, വിദ്യാർത്ഥികളോട്, അധ്യാപകരോട്, യുവജനങ്ങളോട് എന്ത് തരം സന്ദേശമാണ് പരിചയപ്പെടുത്തലോടുകൂടി നൽകാനുള്ളത്? അധ്യാപകരോടും വിദ്യാർത്ഥികളോടൊക്കെ പറയാനുള്ളൊരു വിഷയം, ഇപ്പോൾ ഇന്ന് നാം ഒരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയോട് നാം ചോദിക്കുന്നത് നീ നാളെ എന്തായി തീരണം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതെ. അപ്പോൾ ആ കുട്ടിക്ക് പറയാനുള്ളത് ഞാൻ ഡോക്ടറാവും, എഞ്ചിനീയർ ആവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുപോലുള്ള പോസ്റ്റുകളായി മാറും എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ ഞാൻ നാളെ എങ്ങനത്തെ ഒരു മനുഷ്യനായി തീരും എന്നുള്ളൊരു ചോദ്യം കുട്ടികളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ AI-യും AGI എന്ന് വന്നാലും അതിൻ്റെ കുട്ടിക്ക് ഞാൻ എങ്ങനത്തെ മനുഷ്യനായി തീരണമെന്നൊരു ആൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ടെക്നോളജി എത്ര മുന്നോട്ട് പോയാലും കുട്ടികൾക്ക് അതൊരു പ്രശ്നമാവില്ല, അവർക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന്. തീർച്ചയായും. അപ്പം ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ അധ്യാപകർ ചോദിക്കുക, കുട്ടികൾ അതിന് ആൻസർ കണ്ടെത്തുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തമാണ് നാം നിർവഹിക്കേണ്ടത്. മൂല്യമുള്ള ഒരു മനുഷ്യനാകാനുള്ള ഉത്തരവാദിത്തം, അതായിരിക്കും EBAയുടെ പർപ്പസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുക, ഹ്യൂമൻ ഡിഗ്നിറ്റി, അതായിരിക്കും ഇതിൻ്റെ അടിവേര്. ഇൻഷാ അല്ലാ. സ്വാഭാവികമായും കേൾക്കുന്ന രക്ഷിതാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക് നമ്മുടെ ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഏറെക്കുറെ ഭംഗിയായ ഒരു ധാരണ വന്നിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മീം അവതരിപ്പിക്കുന്ന ബിയോണ്ട് ഇൻ്റലിജൻസ് കോൺവെർസേഷൻ വിത്ത് ഡോക്ടർ അബ്ദുൽ റൌഫ് സാർ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.